അതായത് ഈ ഇട റോഡുകളിലൊക്കെ പൈപ്പിലൂടെ എത്തിയാൽ മാത്രമേ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടുള്ളൂ. ടാങ്കറിനും ടാങ്കിനും ഒക്കെ പോകാനുള്ള പരിമിതിയുള്ള നമുക്കറിയാം ചെറിയ റോഡുകൾ. LDFിൻ്റെയും UDFിൻ്റെയും BJPയുടെയും ഉൾപ്പെടെ സ്വതന്ത്രം ഉൾപ്പെടെയുള്ള കൗൺസിലർമാരൊക്കെ രാത്രി 12 മണി 1 മണിക്കും ഒക്കെ ആൾക്കാർക്ക് ഈ വെള്ളം കിട്ടുന്ന സമയത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പേട്ടയിൽ കണ്ണമ്മൂലയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷിക്കാം. ഒരു സ്ഥലത്ത് പോയ ദിവസം ഞാനവിടെ ഉണ്ടായിരുന്നു. ദുർഗന്ധം കാരണം ജീവിക്കാൻ സാധിക്കാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അതിനുള്ള മെക്കാനിസം നമ്മൾ കണ്ടെത്തണം. അത് ഞങ്ങളുടെ ചർച്ചയിലുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോഴേക്കും പൂർത്തിയാക്കി അവരുമായൊക്കെ ചർച്ച ചെയ്തിട്ട് ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം. കഴിഞ്ഞ ദിവസം USTയിൽ പോയി ഈ 2000 ലിറ്ററിന്റെ ടാങ്കർ ലോഡുകൾ വെള്ളം എത്തിക്കുന്നു എന്ന് പറയുമ്പോഴും പലയിടങ്ങളിലും വെള്ളം ലഭിക്കുന്നില്ല. ഈ തിരുവല്ല വിഴിഞ്ഞം സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു റോഡുകൾ ഉണ്ടല്ലോ, അങ്ങോട്ടൊന്നും വെള്ളം എത്തുന്നില്ല എന്ന് അതിൽ താങ്കൾ പറഞ്ഞത് താങ്കൾ തന്നെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത കാര്യം ശ്രദ്ധയിൽ വന്നിരുന്നു. ഇപ്പോൾ 2 പ്രശ്നമുള്ളത്, ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ പൈപ്പിലൂടെ വെള്ളം കിട്ടുന്ന സ്കൂട്ടർ പോകുന്ന സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ ഫ്ലാറ്റിൻ്റെ മുകളിലത്തെ നിലയിലും നമുക്ക് വെള്ളം എത്തിക്കാനുള്ള പരിമിതിയുണ്ട്. അത് പൈപ്പിലൂടെ എത്തിയാൽ സാധിക്കുകയുള്ളൂ. ആ മാധ്യമപ്രവർത്തകർ പറഞ്ഞ സ്ഥലത്ത് ഓട്ടോ പോകുന്ന സ്ഥലമാണ്. അവിടെ അങ്ങനെ ചർച്ച വന്ന സമയത്ത് തന്നെ ചെറിയ പിക്കപ്പ് ഓട്ടോ, അതിൽ ഏറ്റവും ചെറിയ ടാങ്ക് എടുത്ത് അതിൽ കയറ്റി വെച്ച് അങ്ങനെ കൊണ്ടുപോകുന്ന ടെമ്പററി സംവിധാനവും അറേഞ്ച് ചെയ്യാനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയും ഇടപെടുവാനുള്ള ഹെൽത്ത് സൂപ്പർവൈസർമാരെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുകൊണ്ട് അവർക്കൊക്കെ തന്നെ അതിനാവശ്യമായുള്ള മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതായത് ഈ ഇട റോഡുകളിലൊക്കെ പൈപ്പിലൂടെ എത്തിയാൽ മാത്രമേ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടുള്ളൂ. ടാങ്കറിനും ടാങ്കിനും ഒക്കെ പോകാനുള്ള പരിമിതിയുള്ള നമുക്കറിയാം ചെറിയ റോഡുകളിൽ. മറ്റൊരു പ്രശ്നം ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്, ഈ പല കരാറുകളും കൊടുത്തിരിക്കുന്നത് 10 വർഷത്തേക്കാണ്. ഇപ്പോൾ ലൈറ്റ് അണഞ്ഞാൽ അതിനെ പ്രകാശിപ്പിക്കുന്നവർക്ക് കരാർ കൊടുത്തിരിക്കുന്നത് 10 വർഷത്തേക്കാണ്. 10 വർഷത്തേക്ക് പല കരാറുകളും കൊടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ട്, സാങ്കേതികവിദ്യ ഇപ്പോൾ ഓരോ കാലം കഴിയുമ്പോഴും മാറുകയാണ്. 6 മാസം 1 വർഷം കഴിയുമ്പോൾ മാറുകയാണ്. അപ്പോൾ പുതിയ സാങ്കേതികവിദ്യകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പരിമിതി നമുക്കുണ്ടാകും. ഇന്നലെ ചില എഞ്ചിനീയർമാർ ബന്ധപ്പെട്ടത് നമുക്ക് പോസ്റ്റിൽ കയറാതെ തന്നെ ഒരു എക്യുപ്മെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് താഴെ നിന്നുകൊണ്ട് ബൾബ് മാറ്റാം, ഇലക്ട്രിക് പോസ്റ്റിലെ ബൾബ് മാറാം. അതിൽ ഉള്ള അഡ്വാൻറ്റേജ് ഒന്ന്, KSEBയുടെ ലൈൻ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ഈ എക്യുപ്മെൻ്റ് തന്നെ മുകളിൽ പോയി ഫ്യൂസായ ബൾബ് ഊരി വരികയും ആ സമയം പുതിയ ബൾബ് കൊടുത്താൽ അത് തന്നെ നേരെ പോയി ഘടിപ്പിച്ചിട്ട് വരും. അതൊരു മോട്ടോർ വർക്ക് ചെയ്താൽ മതി. ആ സാങ്കേതികവിദ്യ ഇന്നലെ കാണിച്ചു. അപ്പോൾ 10 വർഷത്തേക്ക് ഒരു കരാർ കൊടുത്തിരിക്കുമ്പോഴേക്കും ആ സാങ്കേതികവിദ്യ ഇതിൽ ഇൻഡക്റ്റ് ചെയ്യാനുള്ള പരിമിതിയുണ്ട്. കുറേ നിയമ തടസ്സങ്ങളുണ്ടാവും. സാമ്പത്തിക കാര്യങ്ങളിലുള്ള ചർച്ചകൾ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ 10 വർഷത്തേക്കും 15 വർഷത്തേക്കൊക്കെ കരാർ കൊടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഈ ഭരണസമിതി അഭിമുഖീകരിക്കുന്നുണ്ട്. ലീഗൽ ഒപ്പീനിയൻ പലരും തേടിയിട്ടുണ്ട്. കാരണം നാളെ ഹൈക്കോടതിയും കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നീണ്ടുപോകും. ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികളുടെ ഇടയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ കൗൺസിലർമാരൊക്കെ വനിതാ കൗൺസിലർമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ അറിയാം, LDFിൻ്റെയും UDFിൻ്റെയും BJPയുടെയും ഉൾപ്പെടെ സ്വതന്ത്രം ഉൾപ്പെടെയുള്ള കൗൺസിലർമാരൊക്കെ രാത്രി 12 മണി 1 മണിക്കും ഒക്കെ ആൾക്കാർക്ക് ഈ വെള്ളം കിട്ടുന്ന സമയത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിച്ചാണ്, ഞങ്ങൾ വളരെ നേരത്തെ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം ആരംഭിച്ചു. ഇപ്പോൾ ഐശ്വര്യ ഹോട്ടൽ തകരപ്പറമ്പ് ഭാഗത്ത്, അതുപോലെ തന്നെ തമ്പാനൂർ ജോയി വീണ സ്ഥലത്ത്, അത് റെയിൽവേയുടെ പ്രോപ്പർട്ടിക്കകത്താണ്. ഇവിടെ നിന്നൊക്കെ മാറ്റി. ഇന്നലെ കിട്ടിയ കണക്ക് 100 ലോഡ് മണ്ണിൽ കൂടുതൽ, മണ്ണും മാലിന്യം ഉൾപ്പെടെ 100 ലോഡിൽ കൂടുതൽ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ലോഡ് പോലും കരയിൽ കോരി വെച്ചത് നിങ്ങൾ കണ്ടു കാണില്ല, ഒരിടത്ത് പോലും. ഐശ്വര്യ തകരപ്പറമ്പ് റോഡിലൊക്കെ പോയി നോക്കും, ഒരു ദിവസം പോലും. ഇപ്പോൾ വഞ്ചൂരിൽ ചില സ്ഥലത്ത് മാറ്റിയപ്പോൾ ഞാൻ കൂടെ വന്നിട്ടാണ് മാറ്റിയത്. ടിപ്പർ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടാണ് JCB വെച്ച് മാറ്റുന്നത്. നമ്മൾ പലപ്പോഴും കോരി നോക്കാം, അന്വേഷിക്കാം. പേട്ടയിൽ കണ്ണമ്മൂലയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷിക്കാം. ഒരു സ്ഥലത്ത് പോയ ദിവസം ഞാനവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ സ്ഥലത്താണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷിക്കാം. ഞാൻ ഈ ഉറപ്പ് പറഞ്ഞ സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം, 100 ലോഡിൽ കൂടുതൽ മാറ്റിയിട്ടും കരയിൽ കോരി വെച്ചിട്ടില്ല. അപ്പോൾ ആ നിർദ്ദേശം ഉൾപ്പെടെ കൊടുത്താണ് മാറ്റുന്നത്. പക്ഷേ ഓപ്പറേഷൻ അനന്തയ്ക്ക് ശേഷം ഈ ആമേഴഞ്ചാൻ തോടിൻ്റെ പറഞ്ഞ ഭാഗത്തൊന്നും ഇന്നുവരെ മണ്ണ് കോരിയിട്ടില്ല. അതുൾപ്പെടെ ഞങ്ങളിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരമാവധി കോർപ്പറേഷനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
ഇത്രയും നേരത്തെ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ആ പ്രവർത്തനം ഞങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഇതുവരെയും അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത്. അവിടെ അവർക്ക് ദുർഗന്ധം കാരണം ജീവിക്കാൻ കഴിയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് മണ്ണ് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദുർഗന്ധം കാരണം ജീവിക്കാൻ സാധിക്കാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അതിനുള്ള മെക്കാനിസം നമ്മൾ കണ്ടെത്തണം. അത് ഞങ്ങൾ ചർച്ചയിലുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോഴേക്കും പൂർത്തിയാകുമ്പോൾ ശരിയാണ്. പരിഹാരം ഉണ്ടാവുമോ? പറയാം. സമയം ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റില്ല. എന്താണ് പരിഹരിക്കാൻ ആലോചിക്കുന്ന മെക്കാനിസം എന്ന് ഇപ്പോൾ പറയാം. അത് എഞ്ചിനീയർ വിദഗ്ധരും അതിൻ്റെ കോൺട്രാക്ട് എടുക്കുന്ന വർക്കിൻ്റെ ഡ്യൂറേഷനൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ എപ്പോൾ അവസാനിക്കുമെന്ന് പറയാൻ സാധിക്കൂ. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് പറയാം. അത് ശ്രീ ഡോക്ടർ ബിജു പ്രഭാകർ അദ്ദേഹം ഇന്നലെ ഒരു മാധ്യമത്തിലൂടെ ഡിസ്ക്ലോസ് ചെയ്ത കാര്യമായതുകൊണ്ട് ഞാനിപ്പോൾ പറയാം. അല്ലെങ്കിൽ നടക്കുന്ന എല്ലാ ചർച്ചയും നമ്മൾ പറയേണ്ട സ്റ്റേജ് എത്തിയിട്ടില്ല. ഞങ്ങൾ ഈ ഭരണസമിതി വന്നപ്പോൾ തന്നെ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു, കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും മാത്രം ഇരുന്ന് നഗരത്തിൻ്റെ കാര്യം ചർച്ച ചെയ്ത് തീരുമാനമൊക്കെ എടുക്കുന്ന ശൈലിയിൽ നിന്നും ചെറിയ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഞങ്ങൾ ഇതിനുള്ള സാഹചര്യം ഒരുക്കുകയും തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന, തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചിട്ടുള്ള, അതിന് പരിഹാരം അറിയാവുന്ന വിദഗ്ധരുമായി കൂടി കൂടുതൽ കൂടിയാലോചനകൾ നടത്തി നഗരഭരണം നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശയപരമായി ഒരുപക്ഷെ ഈ ഭരണസമിതിയുമായിട്ട് യോജിക്കാൻ സാധിക്കാത്തവർക്കും തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനവുമായി യോജിക്കാൻ കഴിയുന്ന നിരവധി പേരുണ്ട്. അവരെ അത്തരത്തിൽ ഞങ്ങൾ അവരുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻ ജില്ലാ കളക്ടർ, മുതിർന്ന IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ ബിജു പ്രഭാകർ, അദ്ദേഹം നല്ല എക്സ്പീരിയൻസ് ആളാണ്. തിരുവനന്തപുരം 1970 മുതൽ തിരുവനന്തപുരത്ത് പല പ്രവർത്തനങ്ങളുമായി വിദ്യാർത്ഥിയായിരുന്ന സമയം മുതൽ ബന്ധമുള്ള ആളാണ്. അദ്ദേഹവുമായി ചില കാര്യങ്ങൾ ആശയവിനിമയം നടത്തി ഉടൻ തന്നെ അദ്ദേഹം കോർപ്പറേഷനിൽ എത്തുകയും മണിക്കൂറുകളോളം തിരുവനന്തപുരത്തിൻ്റെ പല സാഹചര്യങ്ങളെക്കുറിച്ച്, സാധ്യതകളെക്കുറിച്ച്, പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ ഒരു പ്രമുഖ ആർക്കിടെക്റ്റ് ടെലിഫോണിൽ ചില കാര്യങ്ങൾ മേയർ ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് വന്നിരുന്നു. രാവിലെ 10 മണിക്ക് ഞാൻ അരമണിക്കൂർ അദ്ദേഹമായിട്ട് അത് ചർച്ച. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ 3 ദിവസം മുമ്പാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാനുമായിട്ട് വന്നിരുന്നു. അടുത്ത ദിവസം ഈ വിദഗ്ധരുമായിട്ട് ഇരിക്കുന്നുണ്ട്. അവരുമായൊക്കെ ചർച്ച ചെയ്തിട്ട് ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം. കഴിഞ്ഞ ദിവസം USTയിൽ പോയി, വെറുതെ അല്ല, USTയിൽ പോയി അവരുടെ സീനിയർ സയൻറ്റിസ്റ്റുകളുമായൊക്കെ ഇരുന്നത് ആക്കുളം കായലുമായി ബന്ധപ്പെട്ട് എൻജിനീയറിംഗ് ഈ ടെക്നോ പാർക്ക് മേഖലയിലുള്ളവർക്ക് IT പ്രൊഫഷണൽസ്, IT കമ്പനികൾക്ക് അക്കാര്യങ്ങൾ ഏത് രീതിയിൽ ഇടപെടാൻ സാധിക്കും, ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകളും ചർച്ചകളും നടക്കുന്നുണ്ട്. അത് ഒരു പരിഹാരത്തിലേക്ക് നയിക്കും. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നഗരത്തെ എത്തിക്കാൻ സാധിക്കും. ഇപ്പം ബിജു പ്രഭാകർ സാർ വളരെ തൃപ്തികരമായിട്ടല്ലേ സംസാരിച്ചത് ഇന്നലെ. ആമേഴഞ്ഞാൻ തോടിലൂടെ ഈ ഡ്രെയിനേജ് വേസ്റ്റ്, സിവറേജ് വേസ്റ്റൊക്കെ വ്യക്തികൾ ഉൾപ്പെടെ ഒഴുക്കുന്നുണ്ട്, സ്ഥാപനങ്ങൾ ഒഴുക്കുന്നുണ്ട്, വ്യക്തികൾ ഒഴുക്കുന്നുണ്ട്. ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ള ഒരു അഡ്വൈസാണ് അദ്ദേഹത്തിൽ തേടിയത്. നമ്മൾ ഇതുവരെയും ചർച്ചയിൽ വരാത്ത വളരെ നല്ല മെക്കാനിസമാണ് അദ്ദേഹം പറഞ്ഞത്. കൂടുതൽ സ്ഥലം അക്വയർ ചെയ്യാതെ തന്നെ നമുക്ക് ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താം. പലരോട് ചർച്ച ചെയ്തപ്പോഴും അത് വളരെ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടാണ് അതിന് കിട്ടിയിട്ടുള്ളത്.